ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കായിട്ടും അല്ലെങ്കിൽ ഒരു ഊണിനൊപ്പമുള്ള ഒരു സൈഡ് ഡിഷൊക്കെ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇടിമുട്ട. അതിനുവേണ്ടി ഇവിടെ 5 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ച് ആണ് വേവിക്കുന്നത്. അതിനുവേണ്ടി ഇഡ്ഡലിത്തട്ട് നന്നായി ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നും പൊട്ടിച്ച് ഒഴിക്കാം. ഇനി ഇത് പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഇതിൻ്റെ മഞ്ഞക്കുരു പൊട്ടിപ്പോകാതെ ഒഴിക്കുന്നതാണ് നല്ലത്. പതിയെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പം ഒരു കുഴിയിൽ മിച്ചമുണ്ട് ഒരെണ്ണം പൊട്ടിച്ചപ്പം. ഇത് ബാക്കിയുള്ളതിലോട്ട് നമുക്ക് കോരി മാറ്റാം. ചെറിയ മുട്ട എടുക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി നമുക്കിതുപോലെ എല്ലാം ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമ്മളിപ്പം 5 മുട്ട പൊട്ടിച്ചൊഴിച്ചപ്പോഴത്തേക്കും ഇത്രയും മിച്ചം വന്നിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. നമ്മളിവിടെ മുട്ട വേവിച്ചെടുക്കാനായി ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. 10 മിനിറ്റ് തന്നെ മതിയാകും. ഇപ്പം നമ്മളിവിടെ വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റായി. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ആറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഒരു മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അത്രയും തന്നെ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, പാകത്തിന് ഉള്ള വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒട്ടും കൂടി പോകരുത്. ഒരു കുഴഞ്ഞ പരുവത്തിലിരുന്നാൽ മതി. മസാല ഇവിടെ ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഇനി ഈ മസാല ഇതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇപ്പം നമ്മൾ എല്ലാ മുട്ടയിലും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും തന്നെ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് മസാല തിരുമ്മി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളെല്ലാ മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇനി ഇത് മുട്ട ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിക്ക് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കുറച്ച് മാറി നിന്ന് ഒന്ന് മറിച്ചിടാൻ ശ്രദ്ധിക്കണം. നമുക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി. ഇനി നമുക്കിതൊന്ന് മറിച്ചിടണം. ഇതിപ്പോൾ 2 സൈഡും ഫ്രൈ ആയി. നമുക്കിത് ഇനി കോരി മാറ്റാം. നമ്മുടെ ഇടിമുട്ട ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾ ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.